ജീവാമൃതം ശ്രീഭാഗവതാമൃതം ജീവാമൃതം ശ്രീവിഷ്ണു ഭഗവാന്റെ ചരിതാമൃതം വേദവ്യാസൻ മൊഴിഞ്ഞ വചനാമൃതം വേദവ്യാസൻ മൊഴിഞ്ഞ വചനാമൃതം ഭാഗവതാമൃതം ജീവാമൃതം ശ്രീഭാഗവതാമൃതം ജീവാമൃതം നാരായണ നമ നാരായണ ഹരി നാമം പരബ്രഹ്മജ്ഞാനാമൃതം നാരായണ നമ നാരായണ ഹരി നാമം പരബ്രഹ്മജ്ഞാനാമൃതം ഹരിനാമ സങ്കീർത്തനം പാടി ലോകത്തിൽ ഹരിയുടെ കരുണ കഥ പറയാം വൈഷ്ണവ വൈഭവ കഥ പറയാം ശ്രീകൃഷ്ണ കൃപാവര കഥ പറയാം വൈഷ്ണവ വൈഭവ കഥ പറയാം ശ്രീകൃഷ്ണ കൃപാവര കഥ പറയാം ഭാഗവതാമൃതം ജീവാമൃതം ശ്രീ ഭാഗവതാമൃതം ജീവാമൃതം ഭഗവാന്റെ ലീലാവിലാസങ്ങളാണീ കഥ പാലാഴിയിൽ പള്ളി കൊള്ളുന്ന ഭഗവാന്റെ ലീലാവിലാസങ്ങളാണീ കഥ പാഞ്ചജന്യം മുഴക്കി ഗീതാമൃതം പൊഴിച്ച കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ പങ്കജനാഭ മുകുന്ദ ഹരേ വൃന്ദാവന ഗോവിന്ദ ഹരേ പങ്കജനാഭ മുകുന്ദ ഹരേ വൃന്ദാവന ഗോവിന്ദ ഹരേ ഭാഗവതാമൃതം ജീവാമൃതം ശ്രീ ഭാഗവതാമൃതം ജീവാമൃതം ശ്രീ വിഷ്ണു ഭഗവാന്റെ ചരിതാമൃതം വേദവ്യാസൻ മൊഴിഞ്ഞ വചനാമൃതം ഭാഗവതാമൃതം ജീവാമൃതം വേദസാരാമൃതം ഭാഗവതാമൃതം നാരായണ 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 നാരായണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ഹേ നാഥ നാരായണ വാസുദേവ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം
നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാൽ ഗുരുപവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. നിഗമകൽപതരോർഗളിതം ഫലം ശുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഏവർക്കും സാദര നമസ്കാരം. ഭാഗവതാമൃതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഭാഗവതാമൃതത്തിൽ ഇന്ന് ദശമസ്കന്ധം 5-ാം അധ്യായമാണ്. അമ്പാടി ലീലകളാണ് വർണ്ണിച്ചു കൊണ്ടിരിക്കുന്നത്. അമ്പാടിയിലൊരു ഉണ്ണി ഉണ്ടായി. അതിമനോഹരനായ ആ ഉണ്ണിയെ കാണാനായിട്ട് ആ വ്രജവാസികളൊക്കെ തന്നെ അറിഞ്ഞ രാത്രിയിൽ തന്നെ, അതായത് വളരെ നേരത്തെ തന്നെ അറിഞ്ഞവർ കുളിച്ച് പാലും വെണ്ണയും തൈരുമായിട്ടുള്ള അവരുടെ വിശേഷപ്പെട്ട വിഭവങ്ങളൊക്കെ ആയിട്ട് നന്ദഭവനത്തിന് സമീപത്തെത്തി, മുറ്റത്തെത്തി നിറഞ്ഞിങ്ങനെ കാണുകയാണ്. പ്രഭാത സമയത്ത് 2 മണിക്കും 2:30 മണിക്കും ഗുരുവായൂരിലൊക്കെ ഇന്ന് കാണുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. അവിടെ മുഴുവൻ ഇങ്ങനെ നിറഞ്ഞു വന്നു. പറഞ്ഞു എല്ലാവരും ചുറ്റിലും വരിയായിട്ട് നിന്നോളൂ കേട്ടോ. 1 വരി 2 വരി 3 വരിയായിട്ട് ഇങ്ങനെ വരിയായിട്ട് അങ്ങനെ നിന്നോളൂ. ആദ്യം വന്നവർക്ക് ആദ്യം പോവുക. അങ്ങനെ ഒരു നിയന്ത്രണമൊക്കെ ആവശ്യമാണ്. ഇപ്പോഴൊന്നും ആയിട്ടില്ല. ഒരു 5 മണിയൊക്കെ കഴിഞ്ഞ്, വെളുപ്പാങ്കാലമൊക്കെ കഴിഞ്ഞ് അങ്ങനെ പ്രഭാതമാവട്ടെ. അപ്പോൾ ഉണ്ണിയെ കുളിപ്പിച്ച് ആ ഉണ്ണിക്ക് എന്തെങ്കിലും പ്രഭാതത്തിൽ കൊടുക്കേണ്ടുന്ന ചിലതൊക്കെ, കുറച്ച് വെള്ളം എന്തെങ്കിലും കൊടുക്കണമല്ലോ, അതൊക്കെ കൊടുത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാനുള്ള അവസരം ഉണ്ടാവും കേട്ടോ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ആർക്കും വേറൊന്നുമില്ല, ക്ഷമയില്ല. ഈ ഉണ്ണിയെ കാണണം എന്നാണ്. കണ്ണനെ കാണണം എന്നല്ല കേട്ടോ. കാരണം ഈ ഉണ്ണി നന്ദഗോപരുടെ, അവരുടെ നാടുവാഴിയായിട്ടുള്ള നന്ദഗോപരുടെ ഉണ്ണിയെ ആണ്. ആ ആറ്റുനോറ്റും അതിമനോഹരമായിട്ട് ആ ഉണ്ണിയെ കാത്തു നിന്ന വ്രജവാസികൾക്കൊക്കെ അത്രയും അവരൊക്കെ ആകൃഷ്ടരാണ് ആ കുട്ടിയെ കാണാൻ വേണ്ടിയിട്ട് തന്നെ മനസ്സുകൊണ്ട്. അങ്ങനെ പിന്നീട് പ്രഭാതമായി കുട്ടിക്ക് വേണ്ടുന്ന പാലും വെള്ളമൊക്കെ കൊടുത്ത് ശുശ്രൂഷകളൊക്കെ കഴിഞ്ഞ് മനോഹരമായി അലങ്കരിച്ച ആ ഒരു അകത്ത് വലിയ മന്ദിരമാണെന്ന് പറഞ്ഞു. 84 തൂണുകളുള്ള ദീർഘചതുരമായ ആ മന്ദിരത്തിൽ ഒരു ഭാഗത്തങ്ങനെ മനോഹരമായ ഒരു ഉയർന്ന കട്ടിലിൻ്റെ മുകളിൽ ആ ഉണ്ണിയെ അലങ്കരിച്ച് പട്ടുവസ്ത്രത്തിലങ്ങനെ കിടത്തിയിട്ടുണ്ട്. ഓരോരുത്തരായിട്ട് വരിവരിയായിട്ട് ഒരു ഭാഗത്ത് 2 വലിയ വാതിലുകളാണുള്ളത്.
ഒരു ഭാഗത്തുള്ള വാതിലിലൂടെ വരുന്നു, വരിയായിട്ട് വരുന്നു, ഉണ്ണിയെ കാണുന്നു. ചിലരൊക്കെ മുന്നിൽ ഉണ്ണിയുടെ മുന്നിൽ കാണിക്കിടുക. ഇതിനു വേണ്ടിയിട്ട് ഉണ്ണിയെ കാണുമ്പോൾ എന്തെങ്കിലും കൊടുക്കണം. പക്ഷേ കയ്യിലേക്ക് ഇത്രയും പേർക്ക് കൊടുക്കാനുള്ള അവസരമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ മുന്നിൽ തന്നെ എവിടെയെങ്കിലായിട്ട് ഇങ്ങനെ കൊടുക്കുക. കണ്ടിട്ട് ഇങ്ങനെ കൊച്ചു കുട്ടിയെ കണ്ട് നല്ല കുട്ടിയെന്ന് ഇങ്ങനെ പറയുക. സന്തോഷത്തോട് കൂടിയിട്ട് കണ്ണു മിഴിച്ച് കുറച്ച് സമയം ഇങ്ങനെ നോക്കുമ്പോഴേക്ക് തന്നെ പറയും, ഇതാ കടന്നോളൂ കടന്നോളൂ, അടുത്ത ഒരുപാട് ആളുണ്ട് കേട്ടോ, കടന്നോളൂ എന്നിങ്ങനെ പറയാം. ചില അമ്മമ്മമാരൊക്കെ ചിരം പാഹീതി ബാലകേ, ദീർഘായുസായിട്ട് വരട്ടെ ഉണ്ണി എന്ന് പറഞ്ഞിട്ട് അനുഗ്രഹിച്ചു എന്നാണ്. കൃഷ്ണനാണെന്ന് അറിഞ്ഞിട്ടില്ല, കൃഷ്ണൻ അങ്ങനെ ഒരു ഭാഗ്യമുണ്ടായി. അങ്ങനെ ഇതൊക്കെ ആകാശത്തു നിന്ന് നോക്കിക്കഴിഞ്ഞാൽ താഴെ ഇങ്ങനെ ചിത്രത്തിൽ വരച്ചതുപോലെ ഈ ജനങ്ങളൊക്കെ കൂടിയിട്ടുള്ള രംഗങ്ങൾ കാണുന്നു. അത് കഴിഞ്ഞ് സാക്ഷാൽ ഭഗവാൻ തന്നെ നന്ദൻ്റെ ഭവനത്തിൽ വന്നു എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് കേട്ടോ എന്നൊക്കെയാണ് ജനങ്ങൾ മുഴുവൻ പറയുന്നത്. കൃഷ്ണേ വിശ്വേശ്വരേ അനന്തേ നന്ദസ്യ വ്രജമാകതേ, സാക്ഷാൽ ഭഗവാൻ വിഷ്ണു തന്നെ ഇവിടെ നന്ദൻ്റെ ഭവനത്തിലേക്ക് വന്നിട്ടുണ്ട് എന്നൊക്കെ ഞങ്ങൾക്ക് തോന്നുകയാണ്. അത്രയും മനോഹരനായിട്ട് എന്തോ ഒരു ആകർഷകത്വമുണ്ട് ആ ഉണ്ണിക്ക് എന്നിങ്ങനെ പറയുകയാണ്. ഗോപന്മാർക്കൊന്നും പോകാൻ തോന്നുന്നില്ല. ആ മുറ്റത്ത് നിന്നും പോകണം തോന്നാത്ത ഗോപന്മാരൊക്കെ കൂടി എന്ത് ചെയ്യുന്നു, പാലൊക്കെ എടുത്തിട്ട് ഓരോ പാത്രത്തിലുള്ള പാലൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കോരി എടുത്തിട്ട് ഓരോരുത്തരുടെ തലയിലേക്കും ഒക്കെ ഇങ്ങനെ തേവി കൊടുക്കുകയാണ്. വെണ്ണ എടുത്ത് ഉരുട്ടിയെടുത്ത് മുഖത്തേക്ക് എറിയുന്നു. അതിങ്ങനെ തുടച്ചെടുത്ത് അടുത്ത ആളുടെ മുഖത്തേക്ക് ഇങ്ങനെ അന്യോന്യം പാലും തൈരും ഒക്കെ തലയിലൂടെ അഭിഷേകം ചെയ്തും കോരി ഒഴിച്ചും മുഖത്തൊക്കെ ശരീരത്തിലൊക്കെ വെണ്ണയൊക്കെ പുരട്ടിക്കൊണ്ടും അവർ ആനന്ദ ഗീതം പാടിക്കൊണ്ട് അവിടെ ആഘോഷം നടത്തുകയാണ്. ഇതെന്താ ആഘോഷം? ഇവിടെ ഉണ്ണി ജനിച്ച ആഘോഷം, നന്ദഭവനത്തിൽ ഉണ്ണി ജനിച്ച ആഘോഷമാണ്. പക്ഷേ ഇതാണ് കൃഷ്ണൻ്റെ ആദ്യത്തെ ജന്മാഷ്ടമി ആഘോഷം എന്ന് പറയുന്നത്. അതിമനോഹരമായിട്ട് ഇവരുടെ നടക്കുന്നു. സന്തോഷത്താൽ ഗോപന്മാർ വെണ്ണ മെയിൽ തേച്ചു എന്നൊക്കെ പറയാം. തേച്ച് തൈരും പാലും കൊണ്ട് പരസ്പരം തെളിക്കുക, പരസ്പരം എറിയുക, മേൽപോട്ട് എറിയുക, ഇങ്ങനെയൊക്കെയുള്ള ആനന്ദം നന്ദ ഭവനത്തിൽ ഗംഭീരമായിട്ട് നടന്നു. നന്ദഗോപരാണെങ്കിലോ ഈ കുട്ടികൾക്ക് ദീർഘായുസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് സൽക്കർമ്മങ്ങൾ ചെയ്യണം. ഭോഗേന പുണ്യം ക്ഷയിക്കും, പക്ഷേ അത് സൽക്കർമ്മങ്ങളിലൂടെ പുണ്യത്തെ വർദ്ധിപ്പിക്കാൻ സാധിക്കും എന്ന് മനസ്സിലാക്കിയിട്ട് ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരൊക്കെ വിളിച്ചു വരുത്തി അവർക്ക് ഓരോരോ വലിയ വലിയ എള്ളിങ്ങനെ ചാക്കിൽ കുടഞ്ഞിട്ട് കുന്നുകൂട്ടും. എന്നിട്ട് അതിലൊക്കെ സ്വർണങ്ങളും രത്നങ്ങളൊക്കെ പൂഴ്ത്തി വെക്കും. എന്നിട്ട് എള്ള് ദാനം ചെയ്യുക. അതുപോലെ മറ്റുള്ള ധാന്യങ്ങൾ, അവിടെയുള്ള ധാന്യങ്ങൾ, ഉഴുന്ന്, ഗോതമ്പ്, ഇങ്ങനെയുള്ള ഓരോ ധാന്യങ്ങളൊക്കെ അതൊക്കെ എല്ലാം കൊണ്ടും കുടുംബത്തിൻ്റെ ശ്രേയസ്സിനും കുട്ടികളുടെ ആയുരാരോഗ്യ സൗഖ്യത്തിനൊക്കെ ഏറ്റവും വിശേഷപ്പെട്ടതാണ് ഇത്തരത്തിലുള്ള ദാനങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതൊക്കെയാണ് അവരുടെ സമ്പ്രദായം. ദാനങ്ങൾ ചെയ്തു, ധാരാളം പശുക്കളെ ദാനം ചെയ്തു, ഇങ്ങനെയൊക്കെയുള്ള സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോൾ 1, 2, 3 ദിവസങ്ങളൊക്കെ കഴിഞ്ഞു. കുട്ടി ജനിച്ചിട്ട് ആളുകൾ, ഗോപന്മാരും ഗോപികമാരൊക്കെ വന്നുകൊണ്ടുണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ദിവസവും 2-ാം ദിവസവും 3-ാം ദിവസമായിട്ട് തന്നെ മിക്കവാറും വരേണ്ടവരൊക്കെ വന്ന് ആ ഉണ്ണിയെ കണ്ടുപോവുകയാണ്. പിന്നെ അപൂർവം ചില അസുഖങ്ങൾ വന്നവരോ തീരെ വയ്യായ്കയുള്ളവരോ എന്തെങ്കിലും അശുദ്ധിയുള്ളവരൊക്കെ ഉള്ളവർ മാത്രമേ വരാതിരുന്നുള്ളൂ. അവരും പിറ്റേ ദിവസം ഇങ്ങനെ കുറേശ്ശെയായിട്ട് വരുന്നു. വലിയ തിരക്കൊക്കെ നന്ദഭവനത്തിൽ കുറഞ്ഞു. അങ്ങനെ 4 ദിവസം കഴിഞ്ഞു. 5-ാമത്തെ ദിവസം ആവുമ്പോഴും നന്ദഗോപർ പറഞ്ഞു, നമ്മുടെ ഭരണാധികാരി, മധുരയിലെ ഭരണാധികാരിയാണല്ലോ പ്രധാനമായിട്ടുള്ള മന്ത്രി കംസൻ, അദ്ദേഹത്തിന് നികുതി കൊടുക്കുക, വാർഷിക നികുതി കൊടുക്കേണ്ട സമയം വൈകിയിട്ടുണ്ട്. ഇനി ആളെ ഇങ്ങോട്ട് വിടും, ജപ്തി ചെയ്യുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് ഈ ഉണ്ണി ഉണ്ടായ സമയത്ത് കടബാധ്യത ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ആ നികുതി ബാക്കി വെക്കരുത്, ഞാൻ പോയിട്ട് കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് നന്ദഗോപർ നേരിട്ട് കൊടുക്കണം. കാരണം ഇതിൻ്റെ പരിധിയിലാണ്, മധുരയുടെ സാമന്ത നാടുകളായിട്ടാണ് ഈ ഗ്രാമങ്ങളൊക്കെ കഴിഞ്ഞുകൂടുന്നത്. അപ്പോൾ നികുതി കൃത്യമായിട്ട് കൊടുക്കണം. അങ്ങനെ നന്ദഗോപർ ഈ നന്ദകംസസ്യ വാർഷിക്യം കരം ദാതും ഗുരുദ്വഹ, കംസന് കരം കൊടുക്കാനായിട്ട് മധുരയ്ക്ക് പോയി. അവിടെ സഹോദരനായ നന്ദൻ വന്നതറിഞ്ഞ് വസുദേവർ നന്ദൻ താമസിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് മനസ്സിലാക്കിയിട്ട് വസുദേവർ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും വളരെ ഗൗരവത്തോടു കൂടിയിട്ട് സ്വന്തം സഹോദരനെ പോലെയാണ് ഈ നന്ദനെയും സ്നേഹിക്കുന്നത്. 2 വ്യത്യസ്ത കുടുംബ
എന്താ താവഴിയിലുള്ള സഹോദരന്മാരാണെങ്കിലും ആ നന്ദനെ കാണാനായിട്ട് വന്നു. അവിടുന്ന് അന്യോന്യം സംസാരിച്ചു കുശല പ്രശ്നങ്ങളൊക്കെ ചെയ്യുന്നു വേണ്ടതുപോലെ സന്തോഷത്തോടുകൂടി. പിന്നെ എന്തുണ്ട് വിശേഷം, എത്ര കാലമായി നമ്മൾ കണ്ടിട്ടില്ലേ എന്നൊക്കെയാണ് പറയുന്നത്. കുറേ കാലമായി ഇവർ തമ്മിൽ കാണാനൊന്നും പറ്റുന്നുണ്ടായില്ല. ഈ ജീവിതം ക്ഷണികമാണ്, ഇതിനിടയിൽ പ്രിയപ്പെട്ടവരെ കാണുന്നത് തന്നെയാണ് ശ്രേഷ്ഠമായിട്ടുള്ളത്. ദിഷ്ട്യാ സംസാരചക്രേസ്മിൻ വർത്തമാന പുനർഭവ ഉപലബ്ധോ ഭവാനദ്യ ദുർലഭം പ്രിയദർശനം. ഈ ക്ഷണികമായ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ കാണാൻ സാധിക്കുക എന്നുള്ളത് മഹാഭാഗ്യമാണ് കേട്ടോ. ഒരു വേണ്ടപ്പെട്ടവരെയൊക്കെ കാണുക, സജ്ജനങ്ങളുമായിട്ട് സംസർഗം ഉണ്ടാവുക, ഇതൊക്കെയല്ലേ ബാക്കിയുള്ളൂ ശ്രേഷ്ഠമായിട്ട് ഈ ജീവിതത്തിൽ. നമ്മൾ എന്തിനാ ഇങ്ങനെ ഈ കുറച്ച് കാലല്ലേ കാണുന്നുള്ളൂ, എന്തിനാ വിരോധിക്കുന്നത് ഈ കംസനെ പോലെ എന്നൊക്കെ ഇവർ തമ്മിൽ ഇങ്ങനെ സംഭാഷണം ചെയ്തു. മാത്രമല്ല അവിടുന്ന് പറയുന്നു, എൻ്റെ മകൻ എന്ന് പറഞ്ഞാൽ വസുദേവരുടെ ദേവകിയുടെ 7ാമത്തെ കുട്ടി, അതാണ് സാക്ഷാൽ യോഗമായ ഇവിടുന്ന് മാറ്റിയിട്ടുള്ളത്, മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ്. യശോദ താമസിക്കുന്ന നന്ദഭവനത്തിൽ യശോദയോടൊപ്പം താമസിക്കുന്ന രോഹിണിയിലേക്ക്, വസുദേവരുടെ മറ്റൊരു ഭാര്യയായ രോഹിണിയിലേക്ക് ആ ഗർഭത്തെ മാറ്റിയ കഥയൊക്കെ നമ്മൾ പറഞ്ഞു. അത് വൈശാഖ മാസത്തിലെ അക്ഷയ തൃതീയയിൽ ആ ഉണ്ണി ജനിച്ചു, ബലരാമനായിട്ട്, സംഘർഷണനായിട്ട്, ആദിശേഷനായിട്ട് എന്നൊക്കെ പറഞ്ഞു. ആ ഉദ്ദേശത്തോടു കൂടിയിട്ട് ആ നന്ദഗോപരോട് ചോദിക്കുകയാണ്, എൻ്റെ മകൻ അങ്ങാണ് അച്ഛനെന്ന് വിചാരിച്ചിട്ട് സ്വന്തം അച്ഛനെ പോലെ സ്നേഹത്തോടു കൂടി തന്നെ കഴിഞ്ഞുകൂടുന്നില്ലേ? വേറൊരു തെറ്റിദ്ധാരണയൊന്നും ആ ഉണ്ണിക്കില്ലല്ലോ. ആ സ്നേഹമൊക്കെ അതുപോലെ തന്നെ ഉള്ളത്. അതായത് നന്ദഗോപരുടെ ഉണ്ണിയായിട്ട് തന്നെയാണ് ഈ അമ്പാടിയിൽ ബലരാമേട്ടനും കഴിഞ്ഞുകൂടുന്നത്. അതാണ് അവർ തമ്മിലുള്ള ബന്ധം. രോഹിണിയുടെ പുത്രനാണെങ്കിലും അവിടെ യശോദയുടെ ഉണ്ണിയായ കൃഷ്ണനായിട്ടാണ് അവിടെ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ദേവകിയുടെ പുത്രനാണെങ്കിലും യശോദയുടെ ഉണ്ണിയായിട്ട് തന്നെയാണ് ഈ ബലരാമനും അറിയപ്പെടുന്നത്. കാരണം ഒരുപോലെ സ്നേഹത്തോടു കൂടിയിട്ട് വളർത്തിക്കൊണ്ടുവരികയാണ്. അമ്മ രോഹിണിയുടെ കുട്ടിയാണെന്നെങ്കിലും സ്വന്തം അച്ഛനെ പോലെ സ്നേഹിച്ച് അങ്ങനെ കഴിഞ്ഞുകൂടുന്നില്ലേ എന്നൊരു ചോദ്യമാണ് വസുദേവർ നന്ദഗോപരോട് ചോദിച്ചത്. പിന്നെ അല്ലാതെ ഞാനും ആ ഉണ്ണിയും അച്ഛനെന്ന് കരുതിയിട്ട് ലാളനെ ഏറ്റിട്ട് തന്നെയാണ് എപ്പോഴും കഴിഞ്ഞുകൂടുന്നത്. ആ ഉണ്ണി എന്താണ് ചെറിയ ഇപ്പോഴുണ്ടായിട്ടുള്ള ഒരു ഉണ്ണി ഉണ്ടല്ലോ, ആ ഉണ്ണി ഇപ്പം അത്രയല്ലേ ആയിട്ടുള്ളൂ. അതിനേക്കാളൊക്കെ ഇഷ്ടത്തോടു കൂടിയിട്ട് 3-3.5 മാസമായില്ലേ തമ്മിൽ ഉള്ള ബന്ധം, പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നീട് വീണ്ടും ചോദിച്ചു, അങ്ങേക്ക് ഇപ്പോഴും ഒരു ഉണ്ണി ഉണ്ടായി അല്ലേ? വളരെ സന്തോഷം കേട്ടോ, കാലം വൈകിയാലും നന്നായിട്ട് ഒരു ആൺകുട്ടി എന്നെ പിറന്നു എന്ന് ഞാൻ കേട്ടു, അറിഞ്ഞു. വരണം എന്നും കാണണം എന്നൊക്കെ ഉണ്ട്, എനിക്ക് പറ്റുന്നില്ല. ഏതായാലും സന്തോഷമായിട്ട് ദീർഘായുസിന് വേണ്ടി ഞാൻ ഇവിടുന്ന് പ്രാർത്ഥിക്കാം എന്നും പറഞ്ഞു. അപ്പോൾ നന്ദഗോപർ അങ്ങോട്ട് പറഞ്ഞു, അഹോ തേ ദേവകീ പുത്രാഹ കംസേന ബഹവോ ഹതാഹ ഏകാവശിഷ്ടാവരജാ കന്യാസാപി ദിവംഗത. അങ്ങയ്ക്ക് ദേവകിയിൽ പിറന്ന കുട്ടികളെ മുഴുവനും ഈ ദുഷ്ടൻ കംസൻ കൊന്നു അല്ലേ? 6 കുട്ടികളെയും കൊന്നു എന്ന് അറിഞ്ഞു. പിന്നീട് ഒരു കുട്ടിയുണ്ടായി, ഒരു കുട്ടി ഇങ്ങോട്ട് മാറ്റിയത് 2 പേരും സമ്മതിച്ചു. പിന്നെ അവസാനമായിട്ടൊരു കുട്ടിയുണ്ടായി, ഒരു പെണ്ണുണ്ടായി എന്നും. കന്യാസാപി ദിവംഗത, ഒരു പെൺകുട്ടി ഉണ്ടായില്ലേ ഒടുവിൽ. എന്നിട്ട് ആ പെൺകുട്ടി എന്തോ കംസൻ കൊല്ലാനായിട്ട് കാൽ രണ്ടും കൂട്ടിപ്പിടിച്ച് ഉയർത്തിയപ്പോൾ ആകാശത്തിലേക്ക് ഉയർന്നു പൊങ്ങി പറന്നുപോയി എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ടായിരുന്നു. ആൾക്കാർ പറഞ്ഞു കേട്ടതാണ്. അങ്ങനെയൊക്കെ തന്നെയല്ലേ ഉണ്ടായത്, ശരിയല്ലേ എന്ന് ചോദിച്ചു. സത്യം അങ്ങനെയാണ് ഉണ്ടായത്. നന്ദഗോപർക്ക് അറിയില്ല ഇവിടെ യശോദ പ്രസവിച്ച പെൺകുട്ടിയെ മാറ്റം ചെയ്തതെന്ന് അറിയില്ല. അപ്പോഴെന്തേ വിചാരിക്കാനുള്ളൂ, ഒരു പെൺകുട്ടി ഉണ്ടായി, ഒരു കുട്ടി ഇങ്ങനെ മാറി, അവസാനം ഒരു പെൺകുട്ടി ഉണ്ടായി. ആ പെൺകുട്ടിയെ കംസൻ വീണ്ടും കൊല്ലാൻ ഭാവിച്ചു. കാല് രണ്ടും കൂട്ടിപ്പിടിച്ച് ഉയർത്തി ആകാശത്തിലേക്ക് ഉയർത്തി. ഇങ്ങനെ ഉയർത്തുന്ന സമയത്ത് ആ പെൺകുട്ടി ആകാശത്തിലേക്ക് എന്തോ പറന്നുപോയി എന്നൊക്കെ പറയുന്നത് കേട്ടു. പിന്നീടുള്ള വിവരമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിച്ചു. അതെ, അങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടായത് ഒടുവിൽ എന്ന് മാത്രം പറഞ്ഞു, മറ്റൊന്നും പറഞ്ഞില്ല. അപ്പോൾ നികുതിയൊക്കെ കൊടുത്തോ? എങ്ങനെയാ? ഞാനിപ്പോൾ നികുതി കൊടുക്കാനാണ് വന്നത്. എന്നാൽ നികുതിയൊക്കെ കൊടുത്തേക്കാം അല്ലേ? ആയിക്കോട്ടെ, ഞാൻ നികുതിയൊക്കെ കൊടുക്കാം.
എന്നിട്ട് കാണാം കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ പുരികം അസ്ഥാനത്ത് ഇങ്ങനെ പിടച്ചുകൊണ്ടിരുന്നാൽ അത്ര നല്ലതല്ല എന്ന് പറയാറുണ്ടല്ലോ. അപ്പോഴാണ് പറഞ്ഞത് എന്തോ ഒരു പുരികം ഇങ്ങനെ പിടക്കുന്നു. വസുദേവർ പറയുകയാണ് എന്തോ ഒരു നല്ല ലക്ഷണമല്ല, ശുഭലക്ഷണമല്ല. അതുകൊണ്ട് കുട്ടികളൊക്കെ ഉള്ള 2 കുട്ടികളൊക്കെ ഉണ്ടല്ലോ ഇവിടെ. അപ്പോൾ ആ കുട്ടികളൊക്കെ ഇങ്ങനെ കഴിഞ്ഞു കൂടുമ്പോൾ പുരുഷന്മാരില്ലാത്ത അവസ്ഥ വരരുതല്ലോ ഭവനത്തിൽ. അതുകൊണ്ട് അങ്ങ് വേഗം പോയിക്കോളൂ, സന്ധ്യക്ക് അല്ലേ, ഇങ്ങോട്ട് പോയിക്കോളൂ എന്ന് പറയില്ലേ, നമ്മൾ സാധാരണ പറയുന്നത് പോലെ പറഞ്ഞതാണ്. അനോഭി അനടുദ്യുക്തൈഹി തം അനുജ്ഞാപ്യ ഗോകുലം. ഗോകുലത്തിലേക്ക് എന്നാൽ പെട്ടെന്ന് തന്നെ പോയിക്കോളൂ എന്ന് പറഞ്ഞു. നികുതി കൊടുത്തിട്ട് ഇങ്ങോട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞു. ശരി, എന്നാൽ ഞാൻ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു. വസുദേവരുമായിട്ട് അന്യോന്യം സംഭാഷണം ചെയ്ത് അവിടുന്ന് പിരിഞ്ഞ് നന്ദഗോപർ അവിടെ കംസന് കൊടുക്കാനുള്ള നികുതിയൊക്കെ കൊടുത്ത് വർത്തമാനമൊക്കെ പറഞ്ഞ് അവിടുന്ന് തിരിച്ച് നന്ദഭവനത്തിലേക്ക്, അമ്പാടിയിലേക്ക് തിരിച്ചു വരുന്ന ഒരു രംഗം. ഇത് 5 ദിവസമായി ഇന്നേക്ക്. 6-ാം ദിവസത്തെ വിശേഷം. നമ്മുടെ കംസൻ്റെ മന്ത്രിണി, അതായത് വനിതാ മന്ത്രിയായ പൂതന, അന്ന് മന്ത്രിസഭയിലെ തീരുമാനപ്രകാരം കാളകൂട വിഷം തേച്ച് മുല കുടിപ്പിച്ചുകൊണ്ട് നഗരത്തിലെ, അതായത് പട്ടണങ്ങളിലുള്ള കുട്ടികളെ മുഴുവൻ പുരഗ്രാമവർജാദിഷു, ഗ്രാമങ്ങളിൽ പലരും താമസിക്കുന്ന ഗ്രാമങ്ങൾ വേറെയുണ്ട്. ജനങ്ങൾ സാധാരണ നമ്മുടെ ഗ്രാമപ്രദേശം എന്ന് പറയുന്നത് വേറെയുണ്ട്. വ്രജം എന്ന് പറയുന്നത് ഒരു പ്രത്യേകിച്ചുള്ള ഒരു നേതാവിൻ്റെ നേതൃത്വത്തിൽ അവരുടെ വിഭാഗക്കാർ മാത്രം കുടുംബത്തോട് കൂടിയിട്ട് താമസിക്കുന്നതാണ് ഈ വ്രജം. അങ്ങനെയുള്ള വ്രജങ്ങളിലും ഒക്കെ പോകാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. അങ്ങനെ 5 ദിവസം കൊണ്ട് ഈ പൂതന പല പല സ്ഥലങ്ങളിലും ചെന്ന്, ആ പട്ടണങ്ങളിലൊക്കെ ചെന്ന് ജനിച്ച കുട്ടികൾ എവിടെയുണ്ടോ, ഈ 15 ദിവസത്തിനുള്ളിൽ ജനിച്ച കുട്ടികളെയാണ് കൊല്ലാൻ തീരുമാനിച്ചിട്ട് വിളംബരം പുറപ്പെടുവിച്ചിട്ടുള്ളത്. അത് പൂതനയാണ് ഏറ്റെടുത്തിട്ടുള്ളത്. ഈ കാളകൂട വിഷം തേച്ച മുല കുടിപ്പിച്ചുകൊണ്ട് അങ്ങനെ കൊന്നങ്ങനെ സഞ്ചരിക്കുകയാണ്. 5 ദിവസം കഴിഞ്ഞു. പക്ഷെ ഇവിടെ എന്തോ ഒരു ചെറിയ വിശേഷം, അതായത് ദുർനിമിത്തങ്ങളൊക്കെ കാണുന്നുണ്ട്. പെട്ടെന്ന് തന്നെ പോയിക്കോളൂ എന്നൊക്കെ പറയാൻ കാരണം വസുദേവർക്കും ചില ലക്ഷണങ്ങളൊക്കെ കണ്ടുകിട്ടിയിട്ടുണ്ട് മധുരയിൽ. അതായത് മധുരാപുരിയിൽ എന്നും അടിയന്തര മന്ത്രിസഭാ യോഗം ചേരും വൈകുന്നേരം, ഈ ഒരു പ്രത്യേക കാരണം ഉള്ളതുകൊണ്ട്. അപ്പോഴവിടെ വന്ന് പൂതന വിശദീകരിക്കും, ഞാൻ ഇന്ന് ഇത്ര വീടുകളിൽ പോയി ഇത്ര കുട്ടികളെയാണ് കണ്ടുകിട്ടിയിട്ടുള്ളത്, അവരൊക്കെ ഞാൻ ഭംഗിയായിട്ട് കൊന്നിട്ടുണ്ട്, ഒരു ദോഷവും വരാത്ത രീതിയിൽ ഭംഗിയായിട്ട് മനോഹരമായിട്ട് ഞാൻ അവരൊക്കെ കൊന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൂതന അവിടുന്ന് വിശദീകരിക്കും. അത് അന്നത്തെ റിപ്പോർട്ടുകൾ അവിടെ സമർപ്പിക്കും. അപ്പോൾ ഇതൊക്കെ ആര് കാണുന്നുണ്ട്? വസുദേവർ മനസ്സിലാക്കുന്നുണ്ട് ആ കൊട്ടാരത്തിലുള്ള നടക്കുന്ന സംഭവങ്ങളൊക്കെ. പക്ഷെ അന്ന് പൂതന പറഞ്ഞു അത്രേ, ഈ ദിവസം നികുതി അടക്കാനായിട്ട് വന്നപ്പോൾ പറയുന്നത് കേട്ടു, ഇന്ന് പട്ടണത്തിലുള്ളതൊക്കെ തീർന്നു കേട്ടോ, നാളെ ഞാൻ ഗ്രാമത്തിലേക്ക്, വ്രജത്തിലേക്കാണ് പോകുന്നത്. വ്രജം ഇവിടെ അടുത്ത് കുറേ വ്രജങ്ങളുണ്ടല്ലോ, അവിടത്തേക്ക് നാളെ മുതൽ തുടങ്ങും, അപ്പോൾ വരാനൊക്കെ ഞാൻ വൈകും എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ഒരു പക്ഷേ നന്ദവ്രജത്തിലും കുട്ടികളൊക്കെ ഉള്ളതല്ലേ, അങ്ങോട്ടൊക്കെ വരാലോ എന്നുള്ള നിലക്കാണ് വേഗം പോയിക്കോളൂ എന്ന് പറഞ്ഞത്. അതനുസരിച്ച് നന്ദഗോപർ തിരിച്ച് നന്ദഭവനത്തിലേക്ക് എത്തിച്ചേരുന്നു. പിന്നെ 6-ാം ദിവസം രാവിലെയാണ് പൂതന ബാലഘ്നി, ലോകത്തിലുള്ള കുട്ടികളെ മുഴുവൻ കൊന്ന രുദ്രാശന, എന്താണ്, രക്തം കുടിക്കുന്നവളായിട്ടുള്ള ആ രാക്ഷസി, കംസൻ്റെ മന്ത്രിസഭയിലെ വനിതാമന്ത്രി, അതിമനോഹരമായ വേഷത്തോടു കൂടിയിട്ട് അമ്പാടിയിലേക്ക് എത്തിച്ചേരുന്ന രംഗം. പൂതന മോക്ഷം തുടങ്ങിയിട്ടുള്ള ഭഗവാന്റെ ബാലലീലകളാണ് ഇനി അങ്ങോട്ട് നമ്മൾ അനുസ്മരിക്കുന്നത് ഇനിയുള്ള കഥാഭാഗങ്ങളിലൂടെ. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹീശാഃ. ഓ ബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. യോഗീന്ദ്രാണാം ത്വദംഗേഷ്വധികസുമധുരം മുക്തിഭാജാം നിവാസോ. ഭക്താനാം കാമവർഷദ്യുതരുകിസലയം നാഥത്തെ പാദമൂലം. നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണാകാരുണ്യസിന്ധോ. കൃത്വാ നിശേഷതാപാൻ
പ്രതിശതു പരമാനന്ദ സന്തോഹലക്ഷ്മീം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്കാരം. ശ്രീഭാഗവതാമൃതം ജീവാമൃതം ശ്രീ വിഷ്ണു ഭഗവാന്റെ ചരിതാമൃതം വേദവ്യാസൻ മൊഴിഞ്ഞ വചനാമൃതം ഭാഗവതാമൃതം ജീവാമൃതം വേദസാരാമൃതം ഭാഗവതാമൃതം.